ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പുതിയ SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇന്ന് രാവിലെ പത്രങ്ങളിലും നവമാധ്യമങ്ങളിലും അച്ചടിച്ചു വന്നത്. എന്താണ് വാർത്ത? പൊതുവിദ്യാലയങ്ങളിൽ ഹൈസ്കൂളുകളിൽ ക്ലാസ് സമയം കൂടാൻ വേണ്ടി പോകുന്നു. അരമണിക്കൂർ അധികമാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അരമണിക്കൂർ അല്ലേ, എന്താ ഇപ്പോൾ ഒരു അധിക സമയം, അത് വലിയ വിഷയമല്ലല്ലോ. പക്ഷെ നോക്കിക്കേ, പുതിയ സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ്. രാവിലെ 9:30 തുടങ്ങേണ്ട 10 മണിക്ക് തുടങ്ങേണ്ട സ്കൂളിനെ 9:45 തുടങ്ങുകയും 4 മണിക്ക് വിടേണ്ട സ്കൂളിനെ 4:15 മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. ഇതാണ് പുതിയ സമയം. ഇനി ഹൈസ്കൂളുകളിൽ 7 ശനിയും UPയിൽ 2 ശനിയും ക്ലാസ് ഉണ്ട്. UPയെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. 7 ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താ അറിയോ, അടുത്ത വർഷം എന്ന് പറയുന്ന 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ വർഷത്തിൽ പെടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്കുണ്ട്. കാരണം 7 ശനിയാഴ്ചകൾ, തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടെങ്കിൽ 6ാമതൊരു ശനി ക്ലാസ് ഉണ്ടാവില്ല. അതാണ് മന്ത്രി ഒപ്പുവെച്ച രീതി എന്ന് പറയുന്നത്. നേരെ മറിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്കിപ്പോൾ ഗാന്ധി ജയന്തി വന്നു. അപ്പോൾ എന്ത് ചെയ്യാം, 6ാമത്തെ ദിവസമായിട്ട് അല്ലെങ്കിൽ 5ാമത്തെ ദിവസമായിട്ട് ആ ശനിയെ ക്ലാസ് പ്രവൃത്തി ദിവസമാക്കി മാറ്റാം. പക്ഷേ ഇതൊന്നും സങ്കടകരമായുള്ളൊരു കാര്യമല്ല. യഥാർത്ഥ സങ്കടം വരുന്നത് 200 ദിവസം നിങ്ങൾക്ക് സ്കൂളുകളിൽ പോകണം. എന്നാൽ SSLC ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10 വിഷയങ്ങൾ പഠിക്കുന്നതിലോടും A+ മാർക്ക് വാങ്ങുന്നതിനോടുമുള്ള ഒരു സീരിയസ്നെസ് വന്നു തുടങ്ങുന്ന ഈ ഒരു വർഷത്തിൽ മേ ബി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ വർഷത്തെ SSLC ഒക്കെ ഒരല്പം ടഫായിരുന്നു. സത്യം തന്നെയാണ്, ടഫായിരുന്നു. അതുകൊണ്ട് ഈ വർഷവും പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടും ആ ഒരു മേഖലയിലേക്ക് ടീച്ചേഴ്സ് ഇറങ്ങുന്നേ ഉള്ളൂ. പല ടീച്ചേഴ്സും പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒരുപാട് ചെതറിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് പോലും ഈ വർഷം പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം ഒരു മാർക്കിലേക്ക് പോലും എത്താൻ കഴിയാത്ത, അതായത് 60,000 കുട്ടികൾക്ക് A+ കിട്ടിയ കേരളത്തിൽ ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചായിരുന്നു കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ മേ ബി അതൊരു 6,000-ലേക്കൊക്കെ ചുരുങ്ങിപ്പോയനെ എന്ന രീതിയിലൊക്കെ അൺഒഫീഷ്യലി സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകർ എന്നോട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം ഓൾറെഡി നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസാണ്. അതിനെ നിങ്ങൾ സിമ്പിളായിട്ട് പഠിക്കുന്നതൊക്കെ ആ സ്കൂളിലെ അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ കഴിവ് പോലിരിക്കും. കാരണം നിങ്ങൾ ആ സ്കൂളിലേക്ക് കയറി ചെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിനെ വെറുക്കില്ല. നേരെ മറിച്ച് ആ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞങ്ങളെപ്പോലുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താലും പഠിക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തൂക്കി വെക്കുന്ന സമയത്ത് ആരൊക്കെ നിങ്ങളുടെ കൂടെ ഓടി വരുമെന്നറിയില്ല. പക്ഷേ ആ എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 10 വിഷയത്തിലും ഫുൾ മാർക്ക് അടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി രക്ഷിതാക്കളെക്കാൾ കൂടുതൽ ആർക്കാണ്? ആ വിദ്യാർത്ഥികൾക്കാണ്. സോ നിർബന്ധമായിട്ടും നിങ്ങൾ സങ്കടപ്പെട്ടേ പറ്റുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 9ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂ ആണെങ്കിലും സിമ്പിളാണ്. ഞങ്ങളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് പറയാലോ, അടിപൊളിയാണ് ഈ വർഷത്തെ SSCRT സിലബസ്. പക്ഷേ 9ൽ നിന്ന് പഠിക്കാതെ കയറി വരുന്ന ഒരു കുട്ടിക്ക് ഒരല്പം ടഫ് ഫീൽ ചെയ്തേക്കാം. ആ ടഫ് ഇല്ലാതിരിക്കട്ടെ. മാത്രമല്ല സ്കൂൾ എക്സാമൊക്കെ ഓറിയൻറ്റഡ് ആയിട്ട് ചിലപ്പോൾ നൈറ്റ് ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ, ഈവനിങ് ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ സമയമൊക്കെ വെറുമൊരു സമയമായിട്ട് മാറും. അതും കൂടി നിങ്ങൾ ഇപ്പം തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളുകളിൽ 10 മണിക്ക് തുടങ്ങുന്ന സ്കൂള് ഏകദേശം ഡിസംബർ മാസത്തിയ സമയത്ത് 9 മണിക്ക് തുടങ്ങേണ്ടി വന്നിട്ടുണ്ട്. 8:30 മണിക്ക് സ്പെഷ്യൽ ക്ലാസ് സ്കൂളുകളിൽ വെച്ചിട്ടുണ്ട്. കാരണം പോർഷൻസ് കവർ ചെയ്യാൻ മാത്രമല്ല, ഒരു റിവിഷൻ കൂടി കൊടുക്കാൻ വേണ്ടി ചില ആത്മാർത്ഥത കൂടിപ്പോയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നേരത്തെ ക്ലാസ് കൊടുക്കാറുണ്ട്, നേരം വൈകി ക്ലാസ് വിടാറുണ്ട്, ഈവനിങ് ഷെഡ്യൂളുകളിലേക്ക് പോവാറുണ്ട്, നൈറ്റ് ക്ലാസ്സുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സങ്കടപ്പെട്ടേ പറ്റുള്ളൂ. ഈ വർഷം നിങ്ങൾ ഒരല്പം കഷ്ടപ്പെടേണ്ടി വരും. അത് നിങ്ങളുടെ 24 മണിക്കൂറിൽ ഒരു എൻട്രൻസിൻ്റെ കുട്ടി പഠിക്കുന്നത് പോലെ പഠിക്കണമെന്നല്ല പറയുന്നത്. രാവിലെ പുലർച്ചെ 2 മണിക്കൂറും രാത്രിയിൽ 2 മണിക്കൂറും അങ്ങനെ 4 മണിക്കൂർ മാത്രം നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തേണ്ട മാർക്ക് അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് പിന്നെ ഒരാൾക്കും മാറ്റുവാൻ സാധ്യമല്ല. എന്നാൽ 3 ദിവസം അടിപൊളിയായിട്ട് 4 മണിക്കൂർ വെച്ച് വീതം പഠിച്ചു, 4ാമത്തെ ദിവസം തൊട്ട് വീണ്ടും കിടന്നുറങ്ങി, 5ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, 6ാമത്തെ ദിവസം എന്ത് SSLC എന്ന് ചിന്തിക്കുകയാണെങ്കിൽ
ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയിരിക്കും. സോ സങ്കടകരമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, മാർക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ഓടിയേ പറ്റുള്ളൂ. നിങ്ങളെ ഓടിപ്പിക്കാൻ, നിങ്ങളെ പിന്നിൽ നിന്ന് ഇൻജക്റ്റ് ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുണ്ട്, സ്കൂൾ അധ്യാപകരുണ്ട്, വീട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. ചുറ്റുമുള്ള ഒരു വലിയ ചങ്ങല തന്നെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ ആ ചങ്ങലകൾക്ക് ശക്തി കുറയണമെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിട്ട് മാറണം. അതുകൊണ്ട് കൃത്യമായി പഠിച്ചേ പറ്റുള്ളൂ. സിലബസുകളെല്ലാം വെറും സിലബസുകളാക്കി മാറ്റി ഓരോ പോയിന്റുകളും സിംപ്ലിഫൈഡ് നോട്ട്സിലേക്ക് മാറ്റിയിട്ട് ക്വിക്ക് റിവിഷൻ വരെ ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായി വർക്കൗട്ട് ചെയ്തുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് 4 ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. അങ്ങനെ എത്തിക്കാൻ MS സൊല്യൂഷനും MS സൊല്യൂഷൻസിൻ്റെ ടീമും റെഡിയാണ്. അതുകൊണ്ട് MS സൊല്യൂഷൻസിൻ്റെ പുതിയ SSLC വിദ്യാർത്ഥികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ അത് നിങ്ങൾക്കുള്ളതാണ്. +1 +2 8 9 ഒക്കെ വേറെ വേറെ ചാനലാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ലേ, ഇതാണ് SSLCയുടെ ചാനൽ. ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഓരോ SSLC കണ്ടന്റുകളും SSLC ലൈവുകളും എല്ലാം നിങ്ങൾ സ്കൂൾ തുറന്ന് എൻ്റെ കൂടെ തന്നെ പോരണം കേട്ടോ. സോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.